ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം. ആൻസർ എനി 6 ഫ്രം ദ 8 ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ. എന്താ കൂട്ടുകാരി പറഞ്ഞിട്ടുള്ളത്? യെസ്, 8 ആക്ടിവിറ്റീസ് ഏതെങ്കിലും 6 എണ്ണത്തിന് ഉത്തരം എഴുതാനാണല്ലേ. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റി 1 നോക്കാം. ആൻ എക്സ്പെരിമെൻറ്റ് കണ്ടക്റ്റഡ് ഇൻ ദ ക്ലാസ് റൂം ഈസ് ഷോൺ ബിലോ ഇൻ ദ പിക്ചർ. എന്താണ്? ക്ലാസ് റൂമിൽ കണ്ടക്ട് ചെയ്തൊരു എക്സ്പെരിമെൻറ്റിൻ്റെ ചിത്രമാണ് ഇവിടെ താഴെ നൽകിയിട്ടുള്ളത് അല്ലേ. ഫസ്റ്റ് നോക്കൂ, പുവർ വാട്ടറിലും സാൾട്ട് വാട്ടറും ഉണ്ട് അല്ലേ. ഇതിലെന്താണ്? ചേമ്പിൻ തണ്ട് ഇട്ട് വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ പുവർ വാട്ടറിൽ ഇട്ടിരിക്കുന്ന ചേമ്പിൻ തണ്ടിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ സാൾട്ട് വാട്ടറിലോ അത് വാടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഡു യു ഒബ്സർവ് ഇൻ ദ പിക്ചർ ഗിവൺ റീസൺ? നിങ്ങൾ എന്താണ് ചിത്രത്തിൽ കാണുന്നത്, അതിൻ്റെ റീസണും കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ഈ ചിത്രത്തിൽ കൂട്ടുകാരെ കാണുന്നത്? യെസ്, ദ ടാരോ ലീഫ് കെപ്റ്റ് ഇൻ ദ വാട്ടർ ഡസൻ ഷ്രിങ്ക് ബട്ട്. എന്നാൽ എന്താണ്? ദാറ്റ് കെപ്റ്റ് ഇൻ സാൾട്ട് സൊല്യൂഷൻ ഷ്രിങ്ക്സ്. പക്ഷെ എന്താണ്? സാൾട്ട് സൊല്യൂഷനിൽ ഇട്ടിരിക്കുന്ന ചേമ്പുതണ്ട് എന്താണ്? വാടിപ്പോയിട്ടുണ്ടല്ലേ. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് എഴുതാം. ബിക്കോസ് ദ വാട്ടർ ഫ്രം ദ ലീഫ് എൻറ്റേഴ്സ് ഇൻ ടു ദ സാൾട്ട് സൊല്യൂഷൻ. കാരണം എന്താണ്? ലീഫിലുണ്ടാവണ എന്താണ്? സാധനം അല്ലേ സാൾട്ട് സൊല്യൂഷൻ. ചേമ്പിൻ തണ്ട് ഉപ്പുവെള്ളത്തിൽ വയ്ക്കുമ്പോൾ ചേമ്പിൻ തണ്ടിലെ കോശങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാണ്? ജലം ഉപ്പുവെള്ളത്തിലേക്ക് പ്രവേശിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. ബേസ്ഡ് ഓൺ ദിസ് എക്സ്പെരിമെന്റ് എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് കീപ്പിംഗ് ഫുഡ് ഐറ്റംസ് ഇൻ സാൾട്ട് വാട്ടർ ഫോർ പ്രിസർവേഷൻ. അതായത് ആഹാര പദാർത്ഥം കേടുവരാതിരിക്കാൻ ഉപ്പുവെള്ളത്തിൽ സൂക്ഷിക്കുന്നത് ഈ പരീക്ഷണവുമായി ബന്ധപ്പെടുത്തിയിട്ട് വിശദീകരിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, when the food substances are kept in salt solution, the salt solution absorbs the water present in the food along with the water present in the cytoplasm of microorganism. Thus the food substances are preserved. എന്താണ് സംഭവിക്കുന്നത്? യെസ്, അതായത് ഉപ്പുവെള്ളത്തിൽ സൂക്ഷിക്കുന്ന ആഹാര വസ്തുവിൽ നിന്ന് എന്ത് ചെയ്യാണ്? ജലാംശം വലിച്ചെടുക്കപ്പെടുന്നു. ബാക്ടീരിയ, ഫംഗസ് എന്നിവയിലെ ജലം ഉപ്പുവെള്ളത്തിലേക്ക് പ്രവേശിക്കുകയും അവ എന്ത് ചെയ്യാണ്? യെസ്, നശിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം എന്താണ്? ആഹാരം കൂടാതെ സംരക്ഷിക്കപ്പെടുന്നു. ഓക്കെ, ദെൻ റൈറ്റ് അനദർ മെത്തേഡ് ഫോർ പ്രിസർവിങ് ഫുഡ് അല്ലേ. ആഹാര പദാർത്ഥങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാനുള്ള മറ്റൊരു മാർഗം നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പൊതുവെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? യെസ്, ഡ്രൈയിങ് ഫുഡാണ് അല്ലേ. അതായത് ബൈ ഡ്രൈയിങ് നമ്മൾ എന്ത് ചെയ്യാണ്? ഡ്രൈയിങ് ദ ഫുഡ് സബ്സ്റ്റാൻസസ് വിത്ത് സാൾട്ട്. നമ്മൾ സാൾട്ടിൽ ഇട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഫുഡ് സബ്സ്റ്റാൻസസ് എന്ത് ചെയ്യാണ്? ഡ്രൈ ചെയ്യാനല്ലേ, ഉണക്കി സൂക്ഷിക്കാറുണ്ട്. മറ്റൊരു മെത്തേഡ് നമുക്ക് ഏത് എഴുതാം? യെസ്, കീപ്പിംഗ് ഫുഡ് സബ്സ്റ്റാൻസസ് ഇൻ ഷുഗർ സൊല്യൂഷൻ. അതുപോലെ തന്നെ നമ്മൾ എന്താണ്? ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര ലായനിയിലെ, യെസ്, പഞ്ചസാര ലായനിയിലും സൂക്ഷിച്ച് വെക്കാറുണ്ടല്ലേ ഭക്ഷണ സാധനങ്ങൾ കേടുവരാതിരിക്കാൻ. ഓക്കെ, അപ്പോൾ ഈ 2 മെത്തേഡ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 2 നോക്കാം. യു നോ ദാറ്റ് ഫ്രഷ് മിൽക്ക് ഗെറ്റ്സ് സ്പോയിൽഡ് വിത്തിൻ എ ഫ്യൂ ഹവേഴ്സ്. യെസ്, എന്താ പറയുന്നത്? യെസ്, നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ്? ഫ്രഷ് മിൽക്ക് ഗെറ്റ് സ്പോയിൽഡ് വിത്തിൻ എ ഫ്യൂ ഹവേഴ്സ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എന്താണ്? മിൽക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കേടാവുന്നുണ്ട് അല്ലേ. വൈ ഡസ് മിൽക്ക് ഗെറ്റ് സ്പോയിൽഡ്? എന്തുകൊണ്ടാണ് മിൽക്ക് കേടാകുന്നതാണെന്നല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? യെസ്, നമുക്ക് ആൻസർ എഴുതാം. മിൽക്ക് ഈസ് ഗെറ്റ് സ്പോയിൽഡ് ബൈ ദ ആക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ. അതായത് എന്താണ്? യെസ്, കറന്നു വെച്ച പാല് കേടുവരാനുള്ള കാരണം എന്താണ് കൂട്ടുകാരെ? യെസ്, മിൽക്ക് ഈസ് ഗെറ്റ് സ്പോയിൽഡ് ബൈ ദ ആക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ. അതായത് ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായിട്ടാണ് പാല് കേടാകുന്നത്. ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ആൻ ആക്ടിവിറ്റി യു യൂഷ്വലി ഡു ഇൻ യുവർ ഹോം ടു പ്രിവെൻറ്റ് മിൽക്ക് ഫ്രം സ്പോയിലിംഗ് ഈസിലി. എന്താണ്? പാൽ എളുപ്പം കേടാകാതിരിക്കാൻ നിങ്ങളുടെ വീടുകളിൽ സാധാരണ നമ്മൾ ചെയ്യാറുള്ള ഒരു പ്രവർത്തനം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്തൊക്കെയാണ് വീടുകളിൽ ചെയ്യാറുള്ളത്? യെസ്, പാല് തിളപ്പിച്ച് വെക്കുക അല്ലേ. അതായത് ബോയിലിംഗ് ഓഫ് മിൽക്ക്. ദെൻ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ റെഫ്രിജറേറ്റർ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് അല്ലേ. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഇപ്പോൾ ഈ 2 മെത്തേഡ് നിങ്ങൾക്ക് എഴുതാവുന്നത്. ബോയിലിംഗ് ഓഫ് മിൽക്ക്, ദെൻ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ റെഫ്രിജറേറ്റർ. ഓക്കെ, ദെൻ സി ക്വസ്റ്റ്യൻ നോക്കാം. പാസ്ചറൈസേഷൻ ഈസ് എ സയൻറ്റിഫിക് മെത്തേഡ് ടു പ്രിസർവ് മിൽക്ക്. എക്സ്പ്ലെയിൻ ദിസ് മെത്തേഡ്. എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, പാസ്ചറൈസേഷൻ ഈസ് എ സയൻറ്റിഫിക് മെത്തേഡ് ആണ് അല്ലേ. പാസ്ചറൈസേഷൻ ഈസ് എ സയൻറ്റിഫിക് മെത്തേഡ് ടു പ്രിസർവ്
എന്താണ് പറയുന്നത്? യെസ്, പാൽ കേടാകാതെ സൂക്ഷിക്കാനുള്ള ആ ഒരു സയന്റിഫിക് മെത്തേഡാണ് ഏത്? യെസ്, പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. എക്സ്പ്ലെയിൻ ദിസ് മെത്തേഡ്, ഈ മെത്തേഡ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. എന്താണ്? യെസ്, ഇൻ പാസ്ചറൈസേഷൻ മിൽക്ക് ഈസ് ഹീറ്റഡ് അപ് ടു 70°C ഫോർ 15 to 30 seconds. എന്താണ്? പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള മാർഗമാണ് എന്തെന്ന് പറയുന്നത്? യെസ്, പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. അതായത് അവിടെ എന്താ സംഭവിക്കുന്നത്? 15 മുതൽ 30 സെക്കൻഡ് വരെ 70°C പാല് ചൂടാക്കിയതിന് ശേഷം എന്ത് ചെയ്യാണ്? 10°C വളരെ പെട്ടെന്ന് തണുപ്പിക്കുന്നു. അതായത് ഇൻ പാസ്ചറൈസേഷൻ മിൽക്ക് ഈസ് ഹീറ്റഡ് അപ് ടു 70°C ഫോർ 15 to 30 seconds. Then the milk is quickly cooled to 10°C. Then due to the sudden change in temperature, the cell membranes of the microorganisms break and they die. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? യെസ്, പാലിലുള്ള സൂക്ഷ്മജീവികളുടെ കോശസ്തരം അതിവേഗത്തിലുള്ള താപവ്യതിയാനം മൂലം പൊട്ടിപ്പോകുന്നു. അങ്ങനെ അവ നശിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതുപോലെ പാസ്ചറൈസേഷൻ ഈ മെത്തേഡ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 3 നോക്കാം നമുക്ക്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് സ്റ്റൗസ് യൂസ്ഡ് ഫോർ കുക്കിംഗ്. പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ സ്റ്റൗസിന്റെ ചിത്രമാണല്ലോ ഇവിടെ നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് നോക്കൂ, ഫയർവുഡ് സ്റ്റവ് ആണ്, ദെൻ കെറോസിൻ ആണ്, ദെൻ ഗ്യാസ് സ്റ്റവ് നൽകിയിട്ടുണ്ട് അല്ലേ. ദെൻ ഐഡന്റിഫൈ ദ ഫ്യൂവൽ യൂസ്ഡ് ഇൻ ഈച്ച് സ്റ്റവ്. ഓരോ സ്റ്റവിലും ഉപയോഗിക്കുന്ന ഫ്യൂവൽ അല്ലെ, ഇന്ധനം ഏതാണെന്നാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഐഡന്റിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നോക്കൂ, ഫയർവുഡ് സ്റ്റവ് അല്ലേ, അവിടെ ഫ്യൂവൽ യൂസ്ഡ് ഏതായിരിക്കും? ഫയർവുഡ് അല്ലേ, വിറകായിരിക്കും അല്ലേ. ദെൻ നെക്സ്റ്റ് കെറോസിൻ സ്റ്റവ് ആണ്, അതിലേതായിരിക്കും ഫ്യൂവൽ എന്ന് പറയുന്നത്? അതെ, കെറോസിൻ ആയിരിക്കും, മണ്ണെണ്ണയായിരിക്കും. ദെൻ നെക്സ്റ്റ് ഗ്യാസ് സ്റ്റവ് ആണ്, അതിലേതാണ്? LPG ഉണ്ടാവാം, അതുപോലെ തന്നെ CNG എന്ന് പറഞ്ഞാൽ യെസ്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അല്ല, അതുപോലെ തന്നെ ബയോഗ്യാസും. അതെല്ലാ ഫ്യൂവലും, 3 ഫ്യൂവലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. വിച്ച് ആർ ദ കെമിക്കൽ റിലീസ്ഡ് ഇൻ ടു ദ എയർ വെൻ ദ ഫ്യൂവൽസ് ലൈക്ക് വുഡ്, കെറോസിൻ ആൻഡ് കുക്കിംഗ് ഗ്യാസ് എക്സെട്ര ആർ ബേൺഡ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്താ ചോദിച്ചിട്ടുള്ളത്? യെസ്, അതായത് വുഡ്, കെറോസിൻ, അതുപോലെ തന്നെ കുക്കിംഗ് ഗ്യാസ്, അവയൊക്കെ എന്താണ്? ബേൺ ചെയ്യുമ്പോൾ അല്ലെ, ഫ്യൂവൽസ് ലൈക്ക് ഇന്ധനങ്ങളായ വുഡും കെറോസിനും കുക്കിംഗ് ഗ്യാസും ഒക്കെ ബേൺ ചെയ്യുമ്പം, കത്തുമ്പം വായുവിൽ ചേരുന്ന രാസവസ്തുക്കൾ ഏതൊക്കെ? കെമിക്കൽസ്, റിലീസ് ചെയ്യുന്ന കെമിക്കൽസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ കെമിക്കൽസ് ആണ്? നമുക്കറിയാം ഏതൊക്കെയാണ് കൂട്ടുകാരെ. യെസ്, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ്, ദെൻ നൈട്രജൻ ഡൈ ഓക്സൈഡ്, ദെൻ പെർട്ടിക്കുലേറ്റ് മാറ്റർ അല്ലേ. എന്തൊക്കെയാണ്? ഒന്നുകൂടി പറയാം. കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, ദെൻ പെർട്ടിക്കുലേറ്റ് മാറ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മെഷർ ഷുഡ് ബി ടേക്കൺ ടു കൺട്രോൾ എയർ പൊല്യൂഷൻ ഇൻ ദ കിച്ചൺ ഡ്യൂ ടു ദ ബേണിംഗ് ഓഫ് കുക്കിംഗ് ഫ്യൂവൽസ്? റൈറ്റ് 2 മെത്തേഡ്സ് അല്ലേ. എന്താണ്? അടുക്കളയിലുള്ള വായുമലിനീകരണം തടയാനുള്ള 2 മാർഗങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, കൺസ്ട്രക്ട് ചിമ്മിനി ടു എക്സ്പെൽ പൊല്യൂട്ടഡ് എയർ. അതുപോലെ തന്നെ എന്താണ്? യെസ്, ഹാവ് വിൻഡോസ് ടു അലോ പാസേജ് ഓഫ് എയർ. ഫസ്റ്റ് വണ്ണായിട്ട് നമുക്ക് എന്ത് എഴുതാം? ചിമ്മിനി നിർമ്മിക്കുക അല്ലേ. കൺസ്ട്രക്ട് ചിമ്മിനി ടു എക്സ്പെൽ ദ പൊല്യൂട്ടഡ് എയർ. ദ നെക്സ്റ്റ് ഹാവ് വിൻഡോസ് ടു അലോ പാസേജ് ഓഫ് എയർ. അതായത് വായു സഞ്ചാരം ഉറപ്പാക്കുന്ന വിധം എന്തുണ്ടാക്കുക? യെസ്, ജനാലകൾ ഉണ്ടായിരിക്കുക. ഈ 2ഉം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 4 നോക്കാം. ക്ലാസിഫൈ ദ ഗിവൺ ബിലോ വേസ്റ്റസ് ഇൻ ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ വൺസ്. അതായത് എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? യെസ്, നമുക്കിവിടെ വേസ്റ്റസ് അല്ലേ, കുറച്ച് വേസ്റ്റസ് നൽകിയിട്ടുണ്ട്. അതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട്? ബയോഡിഗ്രേഡബിൾ ഒന്നും യെസ്, നോൺ ബയോഡിഗ്രേഡബിൾ ഒന്നും ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നോക്കൂ, ബയോഡിഗ്രേഡബിൾ വേസ്റ്റസിൽ നമുക്ക് ഏതൊക്കെ എഴുതാം? ബനാന പീൽ എഴുതാം, അതുപോലെ തന്നെ വെജിറ്റബിൾ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, പേപ്പർ കപ്പൊക്കെ എഴുതാം അല്ലേ. ദെൻ നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിൽ ഏതൊക്കെ എഴുതാം? പ്ലാസ്റ്റിക് കവേഴ്സ്, CF ലാമ്പ്, പ്ലാസ്റ്റിക് ഫുഡ് വെയർ, പ്ലാസ്റ്റിക് ബാഗ്സ്, പെയിന്റ് കണ്ടെയ്നേഴ്സ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് 2 മെത്തേഡ്സ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് അറ്റ് ദ ഹൗസ് ഹോൾഡ് ലെവൽ. ഹൗസ് ഹോൾഡ് ലെവലിലല്ലേ നമുക്ക് ഉപയോഗിക്കാവുന്ന 2 വേസ്റ്റ് മാനേജ്മെന്റ് മെത്തേഡ്സ് ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ എഴുതാം? വെർമി കമ്പോസ്റ്റിംഗ് എഴുതാം, അതുപോലെ തന്നെ എയർ കോണ്ടാക്ട് കമ്പോസ്റ്റിംഗ് എഴുതാം അല്ലെ. വെർമി കമ്പോസ്റ്റിംഗ് ആൻഡ് എയർ കോണ്ടാക്ട് കമ്പോസ്റ്റിംഗ്.
ഓക്കെ, ദെൻ ആക്ടിവിറ്റി 5 നോക്കാം നമുക്ക്. ആക്ടിവിറ്റി 5 എന്താണ്? ഒബ്സർവ് ദി ഇല്ലുസ്ട്രേഷൻ ദാറ്റ് ഷോസ് ദ വാക്സിംഗ് ആൻഡ് വാനിങ് ഓഫ് ദ മൂൺ. എന്താണ്? ഒബ്സർവ് ദി ഇല്ലുസ്ട്രേഷൻ ദാറ്റ് ഷോസ് ദ വാക്സിംഗ് ആൻഡ് വാനിങ് ഓഫ് ദ മൂൺ. ഇവിടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ടല്ലേ. ക്വസ്റ്റ്യൻ എന്താണ്? ബൈ വാട്ട് നെയിംസ് ദ ഷേപ്സ് ഓഫ് ദ മൂൺ ഇൻ പൊസിഷൻ 1, 3 and 5 ആർ കോൾഡ്. അതായത് 1, 3, 5 സ്ഥാനങ്ങളിൽ കാണിച്ചിരുന്ന ചന്ദ്രക്കലകൾക്ക് അല്ലേ പറയുന്ന പേരെന്താണ്, അവയുടെ നെയിം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഫസ്റ്റ് വൺ ഏതാണ്? യെസ്, ന്യൂ മൂൺ ആണ് അല്ലേ. ഫസ്റ്റ് വൺ ഏതാണ്? ന്യൂ മൂൺ. ദെൻ മൂന്നാമത്തേത് ഏതാണ്? ഹാഫ് മൂൺ ആണ് അല്ലേ. ദെൻ 5 ഫുൾ മൂൺ. അതായത് ഒന്ന് ഏതാണ്? യെസ്, നമ്മൾ പറഞ്ഞു ഒന്ന് ഏതാണ്? ന്യൂ മൂൺ അല്ലേ. ന്യൂ മൂൺ, ഒന്ന് ന്യൂ മൂൺ അമാവാസി. ദെൻ 3 ഹാഫ് മൂൺ അർദ്ധചന്ദ്രൻ. ദെൻ 5 എന്താണ്? ഫുൾ മൂൺ പൗർണമി അല്ലേ, ഫുൾ മൂൺ. ഓക്കെ, ദെൻ വൈ ഡു വാക്സിംഗ് ആൻഡ് വാനിങ് ഹാപ്പൻ ടു ദ മൂൺ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? അതായത് ചന്ദ്രന് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. വൈ ഡു വാക്സിംഗ് ആൻഡ് വാനിങ് ഹാപ്പൻ ടു ദ മൂൺ. എന്തുകൊണ്ടാണ്? Is the difference in the visibility of the lightened and dark areas of the moon as it revolves around the earth causes waxing and waning. എന്താണ് സംഭവിക്കുന്നത്? അതായത് പരിക്രമണ പാതയിൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും സൂര്യനിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസങ്ങൾ മൂലമാണല്ലേ. വ്യത്യാസങ്ങൾ മൂലമാണ് എന്ത് സംഭവിക്കുന്നത്? യെസ്, വൃദ്ധിക്ഷയം സംഭവിക്കുന്നത്. Then C question നോക്കാം. What is duration of the moon rotate by itself to revolve around the earth? What is the duration of the moon to rotate by itself and to revolve around the earth? എന്താണ് ചോദിച്ചിട്ടുള്ളത്? സ്വയം കറങ്ങാനും ഭൂമിയെ ചുറ്റാനും ചന്ദ്രന് വേണ്ട സമയം എത്രയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? യെസ്, 27 1/3 days ആണല്ലേ. 27 1/3 days. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 6 നോക്കാം. ഒബ്സർവ് ദ പിക്ചറൈസേഷൻ. ഒരു ചിത്രം നൽകിയിട്ടുണ്ടല്ലേ. ക്വസ്റ്റ്യൻ നോക്കൂ. ഐഡന്റിഫൈ ദ എക്ലിപ്സ് ഷോൺ ഇൻ ദ പിക്ചർ. അതായത് ഈ ചിത്രത്തിലെ ഏത് ഗ്രഹണത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഈ ചിത്രം ഏത് ഗ്രഹണത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? സോളാർ എക്ലിപ്സ് ആണല്ലേ, സോളാർ എക്ലിപ്സ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഡസ് ദ എക്ലിപ്സ് ഷോൺ ഇൻ ദ പിക്ചർ ഒക്കർ ഡ്യൂറിങ് ഡേ ഓർ നൈറ്റ്. അതായത് ചിത്രത്തിൽ ഗ്രഹണം നടക്കുന്നത് രാത്രിയോ പകലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. എപ്പോഴാണ്? യെസ്, ഡ്യൂറിങ് ഡേ ആണല്ലേ, അതായത് പകലാണ്. ദെൻ റൈറ്റ് ദ നെയിം ഓഫ് ദ eclipse when the position of the moon and the earth interchanges. Picturize the eclipse. എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, ചിത്രത്തിൽ ചന്ദ്രന്റെയും ഭൂമിയുടെയും സ്ഥാനം പരസ്പരം മാറിയാൽ ഗ്രഹണത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ത് ചിത്രീകരിക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ എന്താ ഉണ്ടാകുന്നത്? യെസ്, ലൂണാർ എക്ലിപ്സ് ആണല്ലേ, ലൂണാർ എക്ലിപ്സ് ആണ് ഉണ്ടാകുന്നത്. അതേപോലെ എന്താണ്? യെസ്, അതിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ വാട്ട് പെക്യുലാരിറ്റി ഓഫ് ദ എർത്ത് ആൻഡ് ദ മൂൺ റിലേറ്റഡ് ടു ലൈറ്റ് കോസസ് എക്ലിപ്സ്. എന്താ ചോദിച്ചിട്ടുള്ളത്? യെസ്, പ്രകാശവുമായി ബന്ധപ്പെട്ട് ചന്ദ്രന്റെയും ഭൂമിയുടെയും ഏത് സവിശേഷതയാണ് ഗ്രഹണങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് സവിശേഷതയാണ്? അതായത് എന്താണ് ഇവിടെ നടക്കുന്നത്? യെസ്, വെൻ ദ ലൈറ്റ് ഫോൾസ് ഓൺ ഒപാക്ക് ഒബ്ജക്റ്റ് ഷാഡോ ഈസ് ഫോംഡ്. വെൻ ദ ലൈറ്റ് ഫോൾസ് ഓൺ ആൻ ഒപാക്ക് ഒബ്ജക്റ്റ് ഷാഡോ ഈസ് ഫോംഡ്. അതായത് പ്രകാശം അതാര്യ വസ്തുക്കളിൽ പതിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? യെസ്, നിഴൽ ഉണ്ടാകുന്നു. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റി 7 നോക്കാം. Which are the correct statement about conduction? ഓക്കെ, നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു. നോക്കൂ. ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ ഇൻ സോളിഡ്സ്. അതായത് ഖരവസ്തുക്കളുടെ താപപ്രദർശന രീതിയാണ്. ദെൻ ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ ഇൻ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. Then heat is transmitted by the movement of molecules that get heated. Then heat is transmitted by the transfer of heat from the molecules that get heated to the neighboring molecules. അപ്പോൾ തന്നിട്ടുള്ളവയിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഏതൊക്കെയാണ്? 1ഉം 4ഉമാണ് അല്ലേ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റുമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്.
ഓക്കെ ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് തെർമൽ എക്സ്പാൻഷൻ? തെർമൽ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. അതായത് താപീയ വികാസത്തെ കുറിച്ചിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഓൾ സബ്സ്റ്റാൻസസ് ഹാവ് തെർമൽ എക്സ്പാൻഷൻ. ഓൾ സബ്സ്റ്റാൻസസ് ഹാവ് തെർമൽ എക്സ്പാൻഷൻ, അതായത് എല്ലാ പദാർത്ഥങ്ങൾക്കും താപീയ വികാസമുണ്ട്. ദെൻ സെക്കൻഡ് എന്താ കൊടുത്തിട്ടുള്ളത്? തെർമൽ എക്സ്പാൻഷൻ ടേക്ക് പ്ലേസസ് ഓൺലി സോളിഡ് സബ്സ്റ്റാൻസസ്. തെർമൽ എക്സ്പാൻഷൻസ് പ്ലേസസ് ഓൺലി ഇൻ സോളിഡ് സബ്സ്റ്റാൻസ് എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അതായത് ഖരവസ്തുക്കൾക്ക് മാത്രമേ താപീയ വികാസം ഉള്ളൂ. തേർഡ് എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, വി മേക്ക് യൂസ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഇൻ അവർ ലൈഫ് ഇൻ സം സിറ്റുവേഷൻ. അതായത് താപീയ വികാസം നിത്യജീവിതത്തിൽ നമ്മൾ ചിലയിടങ്ങളിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് കൂട്ടുകാരെ? അതെ, ശരിയായിട്ടുള്ളത് 1ഉം 3ഉമാണ് അല്ലേ. 1ഉം 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഓക്കെ, then write a situation where thermal expansion is a disadvantage. Write a situation, അതായത് എന്ത് സിറ്റുവേഷൻ ആണ്? യെസ്, അതായത് താപീയ വികാസം നമുക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന ഡിസഡ്വാൻറ്റേജ് അല്ലെ, ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു സന്ദർഭം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് എഴുതാം? യെസ്, നമുക്ക് എന്ത് എഴുതാം കൂട്ടുകാരെ? Yes, the tightly tied electrical line wires in the rainy season get loosened in the summer season. എന്താണ് സംഭവിക്കുന്നത്? അതായത് മഴക്കാലത്ത് വലിച്ചു കെട്ടിയ വൈദ്യുതി ലൈൻ വേനൽക്കാലത്ത് എന്താണ് അയയുന്നു. ഈ സന്ദർഭം നമുക്ക് എഴുതാവുന്നതാണ്. എന്താണ്? The tightly tied electrical line wires in the rainy season get loosened in the summer season. അതായത് മഴക്കാലത്ത് വലിച്ചു കെട്ടിയ വൈദ്യുതി ലൈൻ വേനൽക്കാലത്ത് അയയുന്നു. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 8 നോക്കാം അല്ലേ. നമുക്കൊരു ചിത്രമാണല്ലോ ഇവിടെ നൽകിയിട്ടുള്ളത്. ഒബ്സർവ് ദ ഫിഗർ ഓഫ് കിഡ്നി, ഐഡന്റിഫൈ ദ നെയിംസ് ഓഫ് പാർട്സ് ഇൻഡിക്കേറ്റഡ് ആസ് എ, ബി ആൻഡ് സി. ഇവിടെ നമുക്ക് എന്തൊരു ചിത്രമാണ്? യെസ്, കിഡ്നിയുടെ ചിത്രമാണല്ലേ. അപ്പൊ ഈ ചിത്രം ഒബ്സർവ് ചെയ്തിട്ട് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദ പാർട്സ് ഇൻഡിക്കേറ്റഡ് ആസ് എ, ബി ആൻഡ് സി. ഇവിടെ എ എന്നും ബി എന്നും സി എന്നും നൽകിയിട്ടുണ്ടല്ലോ. അവ ഏതൊക്കെയാണ് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഫസ്റ്റ് വൺ ഏതാണ്? എ ഏതാണ്? റീനൽ വെയിൻ ആണ് അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കൂ, ബി എന്താണ്? റീനൽ ആർട്ടറി ആണ്. ദെൻ തേർഡ് എന്താണ്? യെസ്, സി എന്താണ്? യെസ്, മൂത്രവാഹിയാണ്. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എനി 3 പോയിന്റ്സ് ദാറ്റ് ബാഡ്ലി എഫക്ട്സ് ദ ഹെൽത്ത് ഓഫ് ദ കിഡ്നി. എന്താണ്? വൃക്കകളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ഏതെങ്കിലും 3 കാര്യങ്ങൾ അല്ലേ. റൈറ്റ് എനി 3 പോയിന്റ്സ് ദാറ്റ് ബാഡ്ലി എഫക്ട്സ് ദ ഹെൽത്ത് ഓഫ് ദ കിഡ്നി. കിഡ്നിയുടെ ആരോഗ്യത്തെ ബാഡ്ലി ആയിട്ട്, അതായത് മോശമായിട്ട്, ദോഷകരമായിട്ട് ബാധിക്കുന്ന എന്തെങ്കിലും 3 കാര്യങ്ങൾ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ ഡ്രിങ്കിങ്. പുകവലിക്കുന്നതും മദ്യമല്ലേ, ആൽക്കഹോൾ ഡ്രിങ്കിങ്. ദെൻ യൂസ് ഓഫ് അൺനെസറി മെഡിസിൻസ്. ദെൻ എക്സസ് യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ്. എക്സസ് use of artificial drinks. The next question നോക്കാം. സി ക്വസ്റ്റ്യൻ എന്താണ്? പ്രോപ്പർ ഫംഗ്ഷൻ ഓഫ് ദി കിഡ്നീസ് റിക്വയർഡ് അഡ്വക്കേറ്റ് ഇൻടേക്ക് ഓഫ് വാട്ടർ. ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്? ജസ്റ്റിഫൈ യുവർ ഒപ്പീനിയൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വൃക്കകളുടെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ? യെസ്, ധാരാളം വെള്ളം കുടിക്കണം. ഈ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ജസ്റ്റിഫൈ യുവർ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നിങ്ങൾ യോജിക്കുന്നില്ലേ? യെസ്. ഇപ്പൊ നമുക്ക് എന്ത് എഴുതാം? യെസ്, യോജിക്കുന്നുണ്ട്. യെസ് എന്ന് എഴുതാം അല്ലേ. യെസ്, ഇഫ് യു ഡോണ്ട് ഡ്രിങ്ക് ലിക്വിഡ് വാട്ടർ ഇറ്റ് റിഡ്യൂസ് ദ പ്രൊഡക്ഷൻ ഓഫ് യൂറിൻ. നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ എന്താണ്? യൂറിന്റെ പ്രൊഡക്ഷൻ കുറയും അല്ലേ. ഇഫ് യു ഡോണ്ട് യൂറിനേറ്റ് ഫോർ എ ലോങ് ടൈം പാത്തോജൻസ് വിൽ ഗെറ്റ് മൾട്ടിപ്ലൈഡ് ഇൻ ദ urethra and bladder leading to the infection. If you drink adequate water, increase the production of urine. The urination at regular interval helps the removal of pathogens from urethra and urinary bladder. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഇതുപോലെ നിങ്ങളുടെ റീസൺ ജസ്റ്റിഫൈ ചെയ്ത് നിങ്ങളുടെ ഒപ്പീനിയനും കൂടി ഇതുപോലെ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.